ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും ടാറിട്ടു. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി അബ്ദുൾ ഖാദറാണ് മരിച്ചത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റത്തിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു. തിരുവല്ലോമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി അലഞ്ഞുതിരിഞ്ഞ തെരുവുകാളയെ മയക്കുവെടി വെച്ച് പിടികൂടി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJP പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വടക്കാഞ്ചേരി അകമലയിൽ കടുവയിറങ്ങിയതായി അഭ്യൂഹം. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിലുണ്ടായ വിള്ളലിൽ നടപടി ആരംഭിച്ച് നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ദേശീയപാത 66 ചാവക്കാട് തിരുവത്ര അത്താണി അപ്രോച്ച് റോഡിലാണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. പ്രദേശത്തെ 2 യുവാക്കൾ നടക്കാനിറങ്ങിയപ്പോഴാണ് കോൺക്രീറ്റ് ഒലിച്ചിറങ്ങുന്നത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രദേശത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഒരു 6-6:30 നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ജസ്റ്റ് വിള്ളൽ കാണാൻ സ്ഥിതിയായത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ജസ്റ്റ് സിമെന്റ് ഇട്ടിട്ട് ജസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മറച്ചിട്ടുള്ള രീതിയിലാണ് വിള്ളൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ജസ്റ്റ് കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു വിള്ളൽ അവർ ചെയ്തിട്ടുള്ളത്. TCBയിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തെത്തുന്നത്. പിന്നീട് അധികൃതർ ഇടപെട്ടു തുടങ്ങി. രാവിലെ പരിശോധനകൾ ആരംഭിച്ചു. ശിവാലയ കമ്പനിയാണ്. അവർ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഈ ക്രാക്ക് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുന്നുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബിറ്റ്മൻ കോൺക്രീറ്റ് ഇടുന്ന എല്ലാ പ്രദേശത്തും ചില സ്ഥലങ്ങളിൽ മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചെറിയ ഇതേപോലുള്ള വിള്ളലുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കൊണ്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. 15 വർഷം അവർക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരേറ്റവും ശ്രദ്ധാപൂർവം തന്നെയാണ് പണികൾ നടത്തുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു. വലിയ രീതിയിലുള്ള ആശങ്കയാണ് സമീപവാസികൾ പങ്കുവെക്കുന്നത്. കാരണം മലപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിലിരിക്കെ സർവീസ് റോഡിലേക്ക് നിലം പതിച്ചത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിൽ സമാനമായ രീതിയിലാണ് ഈ പ്രദേശത്തെയും സ്ഥിതി. സമീപ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഭിത്തിയോട് ചേർന്നാണ് ഈ വിള്ളൽ കണ്ടെത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇത് ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടാൽ ഇത് അവസാന നിമിഷത്തിലേക്ക് എന്താവും. ഇവരെ പണി തീർത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആക്കാന്നുള്ള രീതിയിൽ എന്താ പറയുക ചെയ്യുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ഏകദേശം 1 സെൻറ്റിമീറ്റർ പോലും നമുക്ക് ഈ താറിൻ്റെ കട്ടി വരുന്നില്ല. ഇത് ഏറ്റവും ലോ ക്വാളിറ്റി എന്നുള്ള ബേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഓപ്പണും കൂടി ആയിട്ടില്ല ഈ റോഡ്. ഇനി ഓപ്പൺ ആവുന്ന സമയത്ത് വലിയ ഹെവി വെഹിക്കിൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടി കൂടുതൽ വിള്ളൽ വരാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമതും ഇതുപോലത്തെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികാരികൾക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തത്. മാസങ്ങൾക്ക് മുൻപ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഇതിന് സമാനമായി തന്നെയാണ് ഈ അപ്രോച്ച് റോഡിലും ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അത്താണി അപ്രോച്ച് റോഡിലെ സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻമാരായ സിബി പോട്ടൂരിനും ലിയോൺസിനും റിപ്പോർട്ടർ ഹാരിസ് ചാവക്കാടിനുമൊപ്പം അഭിജിത്ത് തലച്ചറ, TCB. ദേശീയപാത തിരുവത്രയിൽ അത്താണിയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ഷാനവാസിന്റെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി. ഇവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം TCB റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂരേഖ തഹസീൽദാർ CR ജാസൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസീൽദാർ ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. അടുത്ത ദിവസം തന്നെ ദേശീയപാത അധികൃതരുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ സുരക്ഷാ സംവിധാനമില്ലാതെ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ 44 വയസ്സുള്ള അബ്ദുൾ ഖാദറാണ് മരിച്ചത്.
അപകടം നടന്ന ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിമ്മിനി ഡാമിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിന് ചേർന്നുള്ള റോഡിന് കുറുകെയാണ് മരം വീണത്. കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയ്ക്ക് മുകളിൽ കയറി നിന്ന് മരം മുറിച്ചു മാറ്റിയ ഖാദർ താഴെ ഇറങ്ങുന്നതിനിടെ തടി തലയിൽ വന്നിടിക്കുകയായിരുന്നു. 2 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപൊഴുകി വൈദ്യുതി കമ്പിയിൽ വീണത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഖാദർ മരം മുറിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതേസമയം വനപ്രദേശത്തെ മരം മുറിച്ചു മാറ്റിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുൻകരുതലെടുത്തില്ലെന്ന് KICB അധികൃതർ പറഞ്ഞു. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന KICB ഉദ്യോഗസ്ഥർ ഇടപെടാതിരുന്നപ്പോഴാണ് ഖാദറിനോട് മരം മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം. ചിമ്മിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗമാണ് അബ്ദുൽ ഖാദർ. ചിമ്മിനിയിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടെ തൊഴിലാളി മരിച്ച സംഭവത്തിൽ വനം KICB ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിൽ മരിച്ച അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ വനം KICB ഉദ്യോഗസ്ഥരെ ചിമ്മിനിയിൽ തടഞ്ഞുവെച്ചു. ഇരു വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ജനപ്രതിനിധികളും വരന്തരപ്പള്ളി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വാർഡ് മെമ്പർ അഷ്റഫ് ചാലിയത്തൊടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EA ഓമന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, പ്രതിഷേധം തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ടോ? നിതീഷ, ഇപ്പോ 3 മണിക്കൂർ ഏകദേശം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം. ഒരു ഏകദേശം ഒരു 4:30-5 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് തന്നെ. നിലവിൽ ഇപ്പോൾ വനം വകുപ്പിന്റെ മേലുദ്യോഗസ്ഥർ ആരും ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. KICBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇപ്പോൾ അവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അത് മാത്രം പോരാ, KICBയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തണം, അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച ചെയ്യണം തീരുമാനമെടുക്കണമെന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതൊരു അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമാക്കിയെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് KICB ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും നോക്കി വെക്കുകയാണ് ഒരു ദാരുണമായ ഒരു സംഭവം അവിടെ ഉണ്ടായത്. ഇത്തരത്തിൽ ഈ സംഭവത്തിൽ ഇവരുടെ അനാഥമായ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം, അതുപോലെ തന്നെ ഇരു വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, അതുപോലെ തന്നെ ഒരു സർക്കാർ ജോലി ആ കുടുംബത്തിലെ വേണ്ടതിന് സർക്കാർ ജോലി നൽകണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യം നിറവേറുന്നതും വരെ സമരം മുന്നോട്ട് പോകും. അത്തരത്തിൽ ഉപരോധ സമരം നടത്തും, ഇവരൊക്കെ തടഞ്ഞു വെക്കും, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം, അതിനുശേഷമേ ഇവരൊക്കെ പറഞ്ഞുവിടൂ എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാരും എല്ലാവരും ഇപ്പോൾ അവിടെ സംഘടിച്ചിരിക്കുന്നത്. ഗിരീഷ്, ചിമ്മിനിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സരീഷ്. മറ്റു വാർത്തകളിലേക്ക്. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റതിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു. ഒരു പശു ചികിത്സയിലാണ്. കൈപ്പിള്ളി വീട്ടിൽ സിദ്ധാർത്ഥന്റെ 2ഉം കിഴക്കുപുറത്ത് ഉണ്ണികൃഷ്ണന്റെ 1 പശുവുമാണ് ചത്തത്. ഈ മാസം 8-നാണ് പശുക്കൾക്ക് കടിയേറ്റത്. പേവിഷബാധയ്ക്കെതിരായുള്ള 4 കുത്തിവയ്പ്പുകൾ നടത്തി ചികിത്സ തുടർന്നെങ്കിലും 2 പശുക്കൾ കഴിഞ്ഞ ദിവസവും തിങ്കളാഴ്ച രാവിലെ 3ാമത്തെ പശുവും ചാവുകയായിരുന്നു. സിദ്ധാർത്ഥൻ കഴിഞ്ഞ 35 വർഷമായി ക്ഷീരകർഷകനാണ്. നല്ല ക്ഷീരകർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയ ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണ് അടഞ്ഞത്. പശുവിന്റെ അടുത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് കുറുക്കൻ അവിടെ നിന്ന് പോണേണ്ടത്. പിന്നെ നോക്കിയപ്പോൾ പശുവിന്റെ മൂക്കിന്റെ അവിടെ 3-4 അടയാളം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ 5:30 നേരത്തെ വീണ്ടും ആ കുറുക്കൻ വന്നപ്പോൾ മറ്റൊരു പശുവിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. അതിന്റെ അടുത്ത് ഒരു ചെറിയ മാന്തലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പശുവാണ് ഇപ്പൊ ഈ കാണുന്നത്. മറ്റതിന് ആദ്യമേ തന്നെ 3 ദിവസം മുമ്പാണ് അത് ചത്തത്. ഉപജീവന മാർഗമായി ഉണ്ടായിരുന്ന 1 പശു ചാവുകയും 2ാമത്തെ പശു ചികിത്സയിൽ തുടരുകയും ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 13 വർഷമായി ക്ഷീരകർഷകനാണ്. ചെല്ലുമ്പോ ഇത് കടിച്ചു പോണു, കടിച്ചു ചാടി എന്നെ കടിക്കണ്ടാണ്. 2 പശുക്കളും കടിച്ചു നോക്കുമ്പോ എന്നിട്ട് കുറഞ്ഞ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് ഓരോ ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ 1.5 ഇഞ്ചക്ഷൻ ചെയ്തു. 4 ഇഞ്ചക്ഷൻ എടുത്തു, 4 ഡോസ് എടുത്തു. 5ാമത്തെ കോഴ്സിന് വന്നപ്പോൾ മരണം. ഇവരെല്ലാം ക്ഷീരസംഘങ്ങളിൽ ദിവസേന പാലളക്കുന്നവരാണ്. പശുക്കൾ ചത്തതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ ക്ഷീരകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. കർഷകർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ സാധ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ക്ഷീരകർഷകരുടെ പശുക്കൾക്കാണ് കുറുനരിയുടെ കടിയേറ്റിട്ട് പേവിഷബാധ കണ്ടത്. അതിൽ 3 എണ്ണം മരണപ്പെട്ടു, 1 എണ്ണത്തിന് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ അരിമ്പൂര് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
കുറുനരികൾ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് കയറി വരുന്ന ഒരു പ്രതിഭാസം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം നേടിയിട്ടും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ തകരുമ്പോഴാണെന്നാണ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡ് അംഗം KK ഹരിദാസ് ബാബു, വെറ്ററിനറി ഡോക്ടർമാരായ രാധിക ശ്യാം, അലക്സ് എന്നിവർ ക്ഷീരകർഷകരുടെ വീടുകൾ സന്ദർശിച്ചു. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. പദ്ധതി വിഹിതം നീക്കിവെക്കുന്നതിൽ BJP കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് BJP നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് നഗരസഭാ യോഗം തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചതോടെ അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത യോഗം പിരിച്ചുവിട്ടു. ഭരണപക്ഷ അംഗങ്ങൾ യോഗ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും BJP കൗൺസിലർമാർ മുദ്രാവാക്യ വിളി തുടർന്നു. അവഗണനയ്ക്കെതിരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഈ കൃത്യമായിട്ട് സമയത്തിന് ഫണ്ട് കെട്ടാത്തതിന്റെ പേരിൽ ശ്രീമാൻ സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ അത് ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനം നടത്താത്തതിന്റെ പേരിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും വികസനം വേണം. ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് BJP വാർഡിലേക്ക് മാത്രം വികസനം ചോദിക്കുന്നില്ല, എല്ലാ വാർഡിലേക്കും തുല്യമായി വികസനം വരണം. ആ വികസന പ്രവർത്തനം തടയിട്ടിട്ടാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിത് ചോദ്യം ചെയ്യും. അത് ഏത് തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്താലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇതിനിടെ തുടർച്ചയായി നഗരസഭാ യോഗം തടസ്സപ്പെടുത്തുന്ന BJPക്കും ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസാക്കുന്ന LDFനുമെതിരെ കോൺഗ്രസ് കൗൺസിലർ VM ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് സമരം ചെയ്തു. 28-28 തീയതിയായി ഈ പ്രശ്നം പറഞ്ഞു തീർക്കണ്ടേ? പുറത്ത് ഉത്തരവാദിത്തപ്പെട്ടവര് പ്രതിപക്ഷങ്ങളായാലും ഭരണപക്ഷമായാലും വിളിച്ച് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ഇത് ഈ കൊടുക്കൽ നഗരത്തിന് ചുറ്റിപ്പറ്റിയിട്ടാവുന്ന 28ഓളം അജണ്ടകളും 8 സപ്ലിമെന്ററി അജണ്ടകളും ഇന്നത്തെ ദിവസം എല്ലാം പാസ്സാക്കി അവരിറങ്ങിയാണ് പോയി. ഇവര് പ്രതിപക്ഷവും സമരത്തിലാണ്. ഇത് നിരന്തര സമരം. ഇത് പറവൂർ നഗരസഭയിലോ ഈ കാലക്കുടയിലോ ഗുരുവായൂരിലെ ഒരു നഗരസഭകളിലും ഇതുപോലത്തെ ഒരു അവസ്ഥയില്ല. എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ LDF രാഷ്ട്രീയം കലർത്താറില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പറഞ്ഞു. ഇപ്പൊ പാർവതി ചേച്ചിയുടെ വാർഡില് BJP വാർഡല്ലേ, അവിടെ 38 ലക്ഷം രൂപ MLA ഫണ്ടും നഗരസഭയുടെ ഫണ്ടും കൂടി 55 ലക്ഷം രൂപയുടെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച സബ് സെന്ററിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വല്ല തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വികസനത്തിന്റെ കാര്യത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഫണ്ട് നൽകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആർക്കും ഫണ്ട് കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായ അഭ്യൂഹം. തിങ്കളാഴ്ച രാവിലെയാണ് അകമല കുഴിയോട് വെള്ളാങ്കുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിൽ കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ കടുവ എത്തിയതാണ് എന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങി നാശനഷ്ടം വരുത്തിയിരുന്നു. കാട്ടാനയ്ക്ക് പുറമെ ഇപ്പോൾ കടുവയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ സമീപവാസികൾ ഭീതിയിലാണ്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞുകിടന്ന തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യസൻപുരം സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡ് ഇട്ട് ആക്സിലേറ്റർ കൊടുത്തതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുറകോട്ട് നീങ്ങി റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പുറത്തെത്തിച്ചത്.
തളിക്കുളത്ത് കടയുടെ പൂട്ട് പൊളിച്ച് പണവും പലവ്യഞ്ജനങ്ങളും കവർന്നു. തളിക്കുളം പുതിയങ്ങാടി 1-ാം കല്ലിൽ കുടുംബശ്രീയുടെ മഞ്ഞുതുള്ളി എന്ന കടയിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലുള്ള തെക്കേപുരിക്കൽ തറവാട്ടു ക്ഷേത്രമായ ശ്രീ രുദ്രഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ പൊളിച്ച് മോഷണം. ജീവനക്കാരൻ വിളക്ക് വയ്ക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ക്ഷേത്രം സന്ദർശിച്ചു. ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത BJP സർക്കാരിന്റെ നടപടിയിൽ ചാവക്കാട് വനിതകളുടെ പ്രതിഷേധ പ്രകടനം. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് നഗരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, പ്രസന്ന രണദിവെ, വിജിത സന്തോഷ്, ലിസി ബൈജു, മഞ്ജുഷ സുരേഷ്, ബീന ഭൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാൽ നൽകുന്ന ക്ഷീരകർഷകർക്ക് പണം നൽകാതെ വഞ്ചിച്ച CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം ഭരണസമിതി രാജിവെക്കണമെന്നും കർഷകർക്ക് ഉടൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പന്തംകൊളുത്തി പ്രകടനം നടത്തി. പാൽ സൊസൈറ്റിയിൽ പാൽ നൽകുന്ന കർഷകർക്ക് പണം നൽകിയിട്ട് 3 മാസത്തിലധികമായി. ഇതിനെതിരെ കർഷകർ കഴിഞ്ഞ ദിവസം പാൽ ഒഴുക്കിക്കളഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് താൻ പണമെടുത്ത് ചെലവഴിച്ചാണ് കർഷകർക്ക് കുടിശ്ശികയുണ്ടാകാൻ കാരണമെന്ന് കാണിച്ച് സൊസൈറ്റി സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ CPM കൂട്ടുനിന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. CPM-കാരനായ സെക്രട്ടറിക്കെതിരെ ഇതുവരെ ഭരണസമിതി നടപടിയെടുത്തിട്ടില്ല. സെക്രട്ടറിയുടെ മേൽ മാത്രം പഴിചാരി രക്ഷപ്പെടുവാനാണ് CPM ശ്രമിക്കുന്നത്. പാൽ സൊസൈറ്റി പ്രസിഡന്റ് PC അബാൽമണി രാജിവെക്കണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പറഞ്ഞു. ഇത് സെക്രട്ടറിയാണ് ഈ പണം മുഴുവൻ അടിച്ചു മാറ്റിയത്. ഇതിൽ വ്യക്തമായ പങ്ക് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള CPM പാർട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവർക്ക് തന്നെ അറിയാം അത് ആ ഭരണസമിതിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണസമിതി തന്നെയാണ് വലിയ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഭരണസമിതി രാജിവെച്ച് അന്വേഷണം നടത്തണം. അത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ക്ഷീരകർഷകർക്ക് ഉടൻ തന്നെ അവരുടെ പൈസ ലഭിക്കാനുമുള്ള സമരം കോൺഗ്രസ് പാർട്ടി ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. ജെയ്സൺ മങ്ങാട്, MK ജോസ്, PS സുനിഷ, NK കബീർ, MC ഐജു, സിജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകരയിൽ 63-കാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗമായ വടക്കുമുറി സ്വദേശി വലിയപറമ്പിൽ ശ്രീബിനാണ് അറസ്റ്റിലായത്. കാതിക്കുടത്ത് വീട്ടിൽ ലീലയാണ് പ്രതിയെ ആക്രമിച്ചത്. കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗങ്ങളെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ പെരിങ്ങോട്ടുകര സ്വദേശിനിയായ പറമ്പിൽ വീട്ടിൽ സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണനെ അന്വേഷിച്ചാണ് സംഘം എത്തിയത്. ബഹളം കേട്ടെത്തിയ സൗമ്യയുടെ വല്യമ്മയായ ലീലയെ ഗുണ്ടാ സംഘം ആക്രമിക്കുകയായിരുന്നു. കേസിലെ 4 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലായി ആലത്തൂർ സ്വദേശി കുറുവത്ത് വീട്ടിൽ ആദർശാണ് അറസ്റ്റിലായത്. തൃശൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തിയ ഉത്തരവ് ലംഘിച്ചതിനാണ് നടപടി. കൊടകര പോലീസ് സ്റ്റേഷനിൽ 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആദർശ്. സ്റ്റാഫ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അരിമ്പൂർ പരക്കാട് എയ്ഡഡ് LP സ്കൂൾ ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതായി പരാതി. സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപികയും എറവ് കപ്പൽപ്പള്ളി വികാരിയും വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉന്നതരും ചേർന്ന് 70 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം. ഇടവക അംഗമായ എറവ് സ്വദേശി ലാൽ കുറ്റൂക്കാരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ്, വിജിലൻസ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകി. ജോസഫ് ആച്ചിങ്ങാടനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ദിവസം മഴ വിട്ടുനിന്നതോടെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ മുരിങ്ങൂർ പ്രദേശം പൊടിയുടെ പിടിയിൽ. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ പൊടി ശ്വസിച്ച് ചുമച്ചും തുമ്മിയും ദുരിതത്തിലായി. മാസ്ക് ധരിച്ചിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയിലായിരുന്നു. വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുമ്പോൾ കണ്ണ് കാണാൻ പോലും കഴിയാത്ത വിധം പൊടി ഉയർന്നു തുടങ്ങി.
കൊടകര വട്ടേക്കാട്ട് കള്ളിഷാപ്പിൽ ആക്രമണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വട്ടേക്കാട് സ്വദേശികളായ ഒരുപ്പാക്ക വീട്ടിൽ സുമേഷ്, തടത്തിൽ വീട്ടിൽ ബിജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മരത്താക്കോട് സ്വദേശി ശരത്തിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ബോബനും മോളിയും റെസ്റ്റോറന്റിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. അടുക്കളയിലുണ്ടായിരുന്ന ഫ്രീസറിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. നഗരത്തിലെ 9 ഹോട്ടലുകളിൽ നിന്നും ബേക്കറികളിലുമാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പരിശോധനകൾ തുടരുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ഉദ്യോഗസ്ഥരായ എ നിസാർ, വി എ ഇംന, പി എം നീതു, അനന്തുലാൽ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ വാർഡ് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരയ്ക്കാൻ, DCC ജനറൽ സെക്രട്ടറിമാരായ KD വീരമണി, ഫൈസൽ ചാലിൽ, നേതാക്കളായ C മുസ്താഖ് അലി, KM ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ തെരുവുകാളയെ മയക്കുവെടി വെച്ച് പിടികൂടി. മയക്കുവെടി വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാളയെ സുരക്ഷിതമായി പിടികൂടിയത്. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. കാളയുടെ പരിക്ക് ഭേദമാകുന്നതുവരെ പരിചരണം നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ഒല്ലൂർ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം കാനിയിലേക്ക് ഒഴുക്കിവിടുന്നത് മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. സെന്റ് മേരീസ് കോൺവെന്റ് റോഡിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. രാത്രി നേരങ്ങളിലാണ് മലിനജലം ഒഴുക്കിവിടുന്നത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് കൗൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഒല്ലൂർ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലമാണ് ഒഴുക്കിവിടുന്നതെന്നാണ് ആരോപണം. ഏറെ നാളുകളായി പരിസരത്തെ മിക്ക കിണറുകളിലും വെള്ളം പാഴ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാര നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പെരിങ്ങോട്ടുകര മുതൽ പുത്തൻപീടിക വരെയുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്ത സമരമായി 5-ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ. വസ്ത്രത്തിൽ പ്രതിഷേധ വാചകങ്ങൾ അടങ്ങിയ പോസ്റ്റർ പതിച്ചാണ് സമരത്തിനെത്തിയത്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആൻഡോ തൊറയൻ പറഞ്ഞു. പൊതുപ്രവർത്തകരായ ബൈജു ബാലൻ, MK ചന്ദ്രൻ, ലൂയിസ് താണിക്കൽ, അയ്യപ്പദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയും ചെയ്ത കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചിയ്യാരം സൗത്ത് മുനയം സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ അക്ഷയനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, CPOമാരായ ധനേഷ്, ഷിജിൻനാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബ്രീസ് ഫൗണ്ടേഷന്റെ ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രസേവാ പുരസ്കാരം റിട്ടയർഡ് SI MP മുഹമ്മദ് റാഫിക്ക് സമ്മാനിച്ചു. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിനാണ് അംഗീകാരം. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. എഴുത്തുകാരൻ PK ഗോപി, കലാസാംസ്കാരിക പ്രവർത്തകൻ KPK വേങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. വയലി ആറങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴോത്സവം വിളംബരത്തിന്റെ ഭാഗമായി മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറി. പ്രാദേശിക ചലച്ചിത്ര പ്രവർത്തകരുടെ സിനിമകളുടെ പ്രദർശനം നടന്നു. പ്രാദേശിക സിനിമ ഡോക്യുമെന്ററി പ്രവർത്തകരുടെ സംഗമവും ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. പ്രാദേശിക സിനിമാ പ്രവർത്തകരായ KK പരമേശ്വരൻ, സുന്ദരൻ ചെട്ടിപ്പടി, KK രാവുണ്ണി, ഭാമിനി രാവുണ്ണി, രൂപ ശരത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യകാരൻ ഗിരീഷ് ആറങ്ങോട്ടുകര പ്രവർത്തകർക്ക് ആദരം സമർപ്പിച്ചു.
കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ചർച്ച സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. വത്സൻ പാറന്നൂർ അധ്യക്ഷത വഹിച്ചു. പുരോഗമന സാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സംസ്ഥാന സെക്രട്ടറി C രാവുണ്ണി എന്നിവർ അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ വിവരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ലോക്കപ്പിൽ കിടന്ന KF ഡേവിസിനെ ചടങ്ങിൽ ആദരിച്ചു. സുഭാഷ് P തങ്കൻ, ഡോക്ടർ S ജിജി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. കൺസോർഷ്യം പ്രസിഡന്റ് ധന്യ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാജി മനോജ് എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളായ സിന്ധു സഹദേവൻ, ഷിമി ഗോപി, നീതു ഷിജു, ജില്ലി വിൽസൺ, സലിജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ CDSകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിശീലന പരിപാടി ചാലക്കുടിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് പദ്ധതി വിശദീകരണം നടത്തി. കുടുംബശ്രീ പരിശീലന ടീം അംഗങ്ങളായ സിന്ധു കണ്ണൂർ, കുമാരി കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. CDS ചെയർപേഴ്സൺ സുബി ഷാജി, വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാവർട്ടി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CV ജോസ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KP ജോസഫ്, KS പരമേശ്വരൻ, VP പാപ്പച്ചൻ, VU ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദേശീയപാത 66 ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും ടാറിട്ടു. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റത്തിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു. തിരുവല്ലോമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി അലഞ്ഞു തിരിഞ്ഞ തെരുവുകാളയെ മയക്കോടി വെച്ച് പിടികൂടി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJP പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.